വഖഫ് അമെന്റ്മെന്റ് ബില്ല് വന്നതുകൊണ്ട് മുനമ്പം നിവാസികൾക്ക് അവരുടെ ഭൂമി തിരികെ കിട്ടുമോ? ഇല്ല എന്നാണ് കോൺഗ്രസും മറ്റ് തൽപര കക്ഷികളും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്തിനാ മുനമ്പത്ത് നിന്ന് അവർ ജയിപ്പിച്ചു വിട്ട MP വരെ പാർലമെന്റിൽ പ്രസംഗിച്ചിരിക്കുന്നത് ഈ ഒരു ബില്ല് വന്നതുകൊണ്ട് എങ്ങനെ മുനമ്പംകാരുടെ പ്രശ്നം തീരില്ല എന്നാണ്. എന്നാൽ മുനമ്പംകാർക്ക് അവരുടെ ഭൂമി തിരികെ കൊടുക്കാനായിട്ടുള്ള ഒരു ക്ലോസ് അത് ഈ നിയമത്തിൽ ഉണ്ടോ? ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഇൻ സെക്ഷൻ 2 ഓഫ് ദ പ്രിൻസിപ്പൽ ആക്ട് അതിൽ പറയുന്നത്, ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപോ ശേഷമോ ഏതെങ്കിലും മുസ്ലിം പ്രത്യേക ഉദ്ദേശപ്രകാരം ഒരു വസ്തു വഖഫ് ചെയ്ത് നൽകുന്നത് ഒരു ട്രസ്റ്റിനോ സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്കോ ആണെങ്കിൽ വഖഫ് നിയമം ബാധകമാകില്ല എന്നാണ്. സിദ്ദിഖ് സേട്ടു എന്ന മുസ്ലിം അദ്ദേഹത്തിന്റെ ഭൂമി വഖഫായിട്ട് ദാനം ചെയ്തത് ഫറൂഖ് കോളേജ് എന്ന ട്രസ്റ്റിനാണ്, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്കാണ്. അവർക്ക് തീരുമാനിക്കാം ആ സ്ഥലം പൈസയ്ക്ക് വിൽക്കണോ, കെട്ടിടം പണയണോ, പാട്ടത്തിന് കൊടുക്കണോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് വഖഫ് ബോർഡിന്റെ കീഴിൽ വരുന്ന വഖഫ് സ്വത്തായി കണക്കാക്കപ്പെടില്ല എന്നതാണ് ഈ 2A നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും മുനമ്പംകാർക്ക് വേണ്ടി കുത്തിയിരുന്ന് തന്നെയാണ് ഈ നിയമം ഡ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി രാഷ്ട്രപതി കൂടി ഒപ്പുവെച്ച് ഈ ബില്ല് പ്രാബല്യത്തിൽ വന്നാൽ അതിന്റെ ഒരൊറ്റ പേപ്പർ മതി മുനമ്പംകാർക്ക് അവരുടെ ഭൂമി തിരികെ ലഭിക്കാൻ. കാരണം ഫാറൂഖ് കോളേജ് പണം വാങ്ങി വിറ്റതാണ് ദാനമായി കിട്ടിയ ഈ ഭൂമി. ഈ നിയമപ്രകാരം ഫാറൂഖ് കോളേജിന് അതിനുള്ള എല്ലാ അധികാരവും ഉണ്ട്. പണം കൊടുത്ത് ആ ഭൂമി വാങ്ങിയ ആളുകൾ ഭൂമിയുടെ സ്വന്തക്കാരായി തന്നെ ഇരിക്കുകയും ചെയ്യും. വഖഫ് ബോർഡ് എന്ന ഒരു പ്രസ്ഥാനം തന്നെ സീനിൽ നിന്നും ഔട്ട്. മുനമ്പം ജനതയോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവിടത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും ഈ നിയമവും ഇതിനകത്ത് ഈ ക്ലോസിനെ പറ്റിയിട്ടൊക്കെ അറിയാവുന്ന പറയുന്നത്. അങ്ങനെ ഒരു കാര്യം MP പഠിച്ചില്ല എന്ന് പറയുന്നത് തന്നെ എത്ര പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. എങ്ങനെ അദ്ദേഹത്തിന് വീണ്ടും എന്നെ MP ആക്കൂ എന്നും പറഞ്ഞുകൊണ്ട് ആ മുനമ്പം ജനതയുടെ മുമ്പിൽ പോയി നിൽക്കാൻ കഴിയും?